ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വിശുദ്ധ യോഹന്നാൻ 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ. യോഹന്നാൻ 5:21-22. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രഭാഷണങ്ങളിൽ ആദ്യത്തേതിൻ്റെ സന്ദേശമാണ്. താൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന സ്വത്വബോധത്തെ യേശു മുൻപോട്ട് വയ്ക്കുന്നു. യേശു തന്നെ തന്നെ ദൈവത്തോട് സമനാക്കിയതിൽ യഹൂദർ വല്ലാതെ അമർഷം കൊണ്ടിരുന്നു. ഈ വാക്യങ്ങളിലൂടെ കർത്താവ് തൻ്റെ വാദങ്ങളെ സമർത്ഥിക്കുകയും തന്നിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശമാക്കാൻ ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു. ഒന്ന്, പിതാവിനെ വെളിവാക്കുന്നത് പുത്രനായ താൻ മാത്രമാണ്. പിതാവ് പുത്രനെ നിത്യകാലം സ്നേഹിക്കുന്നതിനാൽ സകലവും പുത്രന് വെളിപ്പെടുത്തിയിരിക്കുന്നു. പുത്രന് എന്തൊക്കെ ചെയ്യണമെന്നും പിതാവ് പുത്രന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ തിരുമനസ്സിനെയാണ് പുത്രൻ വെളിപ്പെടുത്തുന്നത്. പുത്രനാം യേശുവിനെ സ്വീകരിക്കുന്നവർ പിതാവിൻ്റെ തിരുഹിതവും തിരുമനസ്സുമാണ് തിരിച്ചറിയുന്നത് എന്ന് കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് പുത്രനോടുള്ള ബന്ധത്തിൽ നിരന്തരം തുടരുന്നവർ കൂടുതൽ ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. പുത്രൻ പിതാവിൻ്റെ സന്നിധിയിൽ സ്നേഹത്താൽ കീഴടങ്ങിയിരിക്കും പോലെ ദൈവസന്നിധിയിലുള്ള നമ്മുടെ വിധേയത്വം സ്നേഹത്താലായിരിക്കണം. ഈ സ്നേഹവിധേയത്വത്തിലൂടെയാണ് ജീവന്റെ സമൃദ്ധി ശിഷ്യന്മാർ അനുഭവിക്കുന്നത്. മറ്റൊന്ന്, പിതാവായ ദൈവത്തിൽ നിന്നുമാണ് ജീവൻ ഉത്ഭവിച്ചത്. പുത്രനും പിതാവിനെ പോലെ തന്നെ അനേകർക്ക് ജീവൻ പകർന്നു നൽകുന്നു. പിതാവും പുത്രനും സാരാംശത്തിൽ ഒന്ന് തന്നെയാകുന്നു. ഈ ഒരു വലിയ സത്യം കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ ലോകത്തിലും നിത്യജീവനിലും ജീവൻ പകരുന്നത് പുത്രനാണ്. പുത്രന്റെ സ്വാധീനവും പ്രഭാവവും ആരുടെ മേലുണ്ടാകുമോ അവർക്ക് വലിയ ജീവിത രൂപാന്തരം സംഭവിക്കും. ജോലിയെ സംബന്ധിച്ചാകട്ടെ, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാകട്ടെ, ബന്ധങ്ങളെക്കുറിച്ചാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്തോഷങ്ങളെക്കുറിച്ചാകട്ടെ, അവരുടെ കാഴ്ചപ്പാടുകൾ വിപ്ലവകരമായ തരത്തിൽ രൂപാന്തരപ്പെടുത്തും. മരണം അവർക്ക് ജീവിതത്തിൻ്റെ അവസാനമായിരിക്കുകയില്ല. പിന്നെയോ ജീവന്റെ പൂർണ്ണതയിലുള്ള പ്രവേശനം മാത്രമായിരിക്കും. യഥാർത്ഥത്തിൽ മരണമെന്നത് ദൈവത്തിങ്കൽ നിന്നുള്ള വേർപാട് ആവുകയാൽ യേശുവിൽ ആകുന്നവർക്ക് മരണമുണ്ടാവുകയില്ല. കാരണം നിത്യ ദൈവത്തിൽ നിന്നും അവരെ വേർപിരിക്കുവാൻ ഭൗതിക മരണത്തിന് കഴിയില്ല. പിതാവ് പുത്രനെയാണ് ന്യായവിധി പരമേൽപ്പിച്ചിരിക്കുന്നതെന്നും കർത്താവ് വെളിപ്പെടുത്തുന്നു. തൻ്റെ ജീവിതകാലത്ത് പുത്രനായ യേശുവിനെയും അവിടുത്തെ വചനങ്ങളെയും സ്വീകരിച്ചിട്ടുണ്ടോ എന്നതാണ് ന്യായവിധിയുടെ മാനദണ്ഡം. എല്ലാവരും കർത്താവിനെ സ്വീകരിച്ച് ഏറ്റുപറയണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. പിതാവാം ദൈവത്തെ ബഹുമാനിക്കുന്നതിനുള്ള ഒരേ ഒരു വഴി ഏകപുത്രനെ ബഹുമാനിക്കുക എന്നത് മാത്രമാണ്. പുത്രൻ ബഹുമാനിക്കപ്പെടണം. ഒരാൾക്ക് പുത്രനോടുള്ള ബന്ധത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിത്യത നിശ്ചയിക്കപ്പെടുക. അപ്പോൾ ദൈവം ആരെന്നും ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ സങ്കല്പങ്ങളും ധാരണകളും ഒക്കെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിച്ചു. കർത്താവിലൂടെയാണ് ദൈവബോധം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കുന്നത്. കർത്താവിനെ സ്വീകരിക്കുന്നവർ പിതാവിനെ കൈക്കൊള്ളുന്നവരാണ്.
യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരൊക്കെയും സ്വർഗരാജ്യത്തിൽ കടക്കാൻ യോഗ്യതയുള്ളവരാണ്. ഒരു വലിയ ഹിതം നമ്മൾ കാണുന്നതും തിരിച്ചറിയുന്നതും കർത്താവിനോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിലൂടെ വെളിപ്പെട്ട പിതാവിനെ ഉൾക്കൊണ്ട് ആരാധിക്കാൻ പരിശുദ്ധാത്മാവിലൂടെ സാധിക്കണം എന്നത് ഒരു സത്യമാണ്. സങ്കീർണമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പുത്രനായ ദൈവത്തോടുള്ള സജീവ ബന്ധത്തിൽ നമ്മൾ ദൈവിക മാർഗ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടവരാണ്. നമ്മിലുള്ള ദൈവഹിത അനുഭവം നിരന്തരം വളരണം. നമുക്ക് നൽകപ്പെട്ട ഒരേ ഒരു ആയുസ് നിത്യതയെ നിർണയിക്കുന്ന നിർണായക ഘടകമായി നാം മനസ്സിലാക്കണം. നമ്മൾ കർത്താവിനെ രക്ഷിതാവായും കർത്താവായും അംഗീകരിച്ചിട്ടുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. ഇല്ലെങ്കിൽ നമ്മളങ്ങനെ വിധേയപ്പെടണം. പ്രാർത്ഥിക്കാം. സാരാംശത്തിൽ ഏകമായിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ ദൈവമേ, പുത്രനിലൂടെ പിതാവാം ദൈവത്തിങ്കിലേക്ക് വരുന്നതിന് പരിശുദ്ധാത്മ സഹായം ഞങ്ങൾക്ക് നൽകുന്നുവല്ലോ. ഈ ലോകത്തിലും വരും ലോകത്തിലും നശിച്ചു പോകാത്ത ഉണ്മ പ്രാപിക്കാൻ നിരന്തരം അങ്ങയോട് ചേർന്നിരിക്കാൻ ഞങ്ങളെ പ്രാപ്തീകരിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആഗ്രഹങ്ങൾ കൊണ്ട് ഒക്കെ വിശുദ്ധിയോടെ ജീവിപ്പാൻ പ്രഭാതം മുതൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുതാത്തതുമാകാത്തതും ചിന്തിക്കാനും പ്രവർത്തിക്കാനും കർത്താവേ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തെ ആവോളം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെ, അനുകമ്പയുടെ, കൃപയുടെ നിഴലിൽ പുതിയ വർഷം ജീവിപ്പാൻ എല്ലാവരെയും ഇടയാക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും ആലോചനയും നമ്മോടുകൂടെ നിരന്തരം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.